ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ പോയ സിദ്ദിഖിനായി അന്വേഷണം തുടർന്ന് പോലീസ്. മുൻകൂർ ജാമ്യത്തിനായി സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ഹർജി പരിഗണിക്കണം എന്നാണ് ആവശ്യം. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, എങ്ങനെ പുരോഗമിക്കുന്നു സിദ്ദിഖിനായുള്ള തെരച്ചിൽ? ആര്യ, ഈ സുപ്രീം കോടതിയിൽ ഇന്നലെയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതിന്റെ വിധി കൂടി വന്നതിന് ശേഷം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ മതിയാകില്ല എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ SIT സംഘമുള്ളത്. എന്തായാലും പോലീസ് പറയുന്നത് ഇപ്പോഴും സിദ്ദിഖിനായുള്ള തിരച്ചിലാണ്. പക്ഷെ സിദ്ദിഖ് എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത്. പക്ഷേ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള മ്യൂസിയം പോലീസ്, അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം മ്യൂസിയത്താണ്. മ്യൂസിയം പോലീസ് കൊച്ചിയിൽ തന്നെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. പക്ഷെ അവരിപ്പോഴും കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണുള്ള വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട വിധത്തിലുള്ള ഒരു ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇതിന് മുൻപ് തന്നെ ഉയർന്നിരുന്നു. കാരണം സിദ്ദിഖിനെ പോലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് കേരള പോലീസിന് പിടികൂടാൻ കഴിയാത്തത്? അതോ സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഒരുക്കുന്ന ഒരു നടപടിയല്ലേ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും പോലീസ് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് സിദ്ദിഖിനെ കണ്ടെത്താനുള്ള ഊർജിതമായുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ്. പക്ഷേ 4 ദിവസമായിട്ടും സിദ്ദിഖ് എവിടെ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടുകൂടി സിദ്ദിഖിന്റെ ഫോൺ ഓൺ ആകുകയും അരമണിക്കൂറോളം അത് ബിസി കാണിക്കുകയും ചെയ്തു. പക്ഷെ അതെല്ലാം മലയാളത്തിലായിരുന്നു, മറ്റൊരു കോളിലാണെന്നൊക്കെ പറയുന്നത്. അതിനർത്ഥം സിദ്ദിഖിന്റെ ഫോൺ കേരളത്തിൽ തന്നെയുണ്ട്. ചിലപ്പോൾ ഫോൺ മാത്രം ഇവിടെ ഉപേക്ഷിച്ച് കേരളത്തിന് പുറത്തേക്ക് കടന്നതാകാം. അല്ല എന്നുണ്ടെങ്കിൽ സിദ്ദിഖിന്റെ കയ്യിൽ ഫോണുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ തന്നെ സിദ്ദിഖ് ഉണ്ടെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. പക്ഷെ അതിന്റെ റേഞ്ച് പോലും പരിശോധിച്ച്, അല്ലെങ്കിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി അതിന്റെ ഒരു പരിധി ഏത് പരിധിയിലാണെന്ന് പോലും കണ്ടെത്താൻ അന്വേഷണ സംഘം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതാണ് സാഹചര്യം. നവമി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തൃശൂരിൽ